നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ആദ്യ ഫലം പെരുന്നാളായി ഇന്ന് ആഘോഷിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കുന്ന ഈ വലിയ അനുഭവത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ സന്നിധിയിൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ ദേവാലയത്തിൽ അങ്ങയെ ആരാധിക്കുന്ന ഈ വിശുദ്ധ ഇടത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിലും അഴിവ് വരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും കാണുന്നതോർത്ത് സ്തോത്രം. ദൈവം ഞങ്ങളെ കഴിഞ്ഞ ഒരു വർഷം പുലർത്തിയതിന് പകരമായി എൻ്റെ സന്നിധിയിൽ കർത്താവിനെ സമർപ്പിക്കുന്ന ഈ ദിവസം ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ആരാധന അങ്ങ് സ്വീകരിക്കണമേ. ആദ്യം മുതൽ അവസാനം വരെ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം നിങ്ങളോട് കൂടി ഇരിക്കണമേ. പ്രാർത്ഥനകളുടനായ സ്തോത്രം ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം മഹത്വത്തിനും ആരാധനയുടെ ആരംഭത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 441 ഗീതം ആദ്യത്തെ 3 അവസാനത്തെ ചരണം. ഗീതം 441 ആദ്യത്തെ 3 അവസാനത്തെ ചരണം. ഭൂമിയുള്ള കാലത്തോളം നിലയിൽ കൊയ്ത്തു നിന്നു പോകുകയില്ല എന്നുള്ളതിന്റെ വാഗ്ദാനങ്ങൾ അനുഭവിക്കാൻ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ അനുവദിച്ചതിന്റെ കൃപയ്ക്കായി നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നിൽ നിന്ന് ലഭിച്ചതല്ലാതെ നിങ്ങൾക്കൊന്നുമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് നാഥാതിരുസന്നിധിയിലേക്ക് എടുത്തു വരുന്നു. ഞങ്ങളുടെ ആരാധനയെ അനുഗ്രഹിക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടാകുമെന്ന് ഞങ്ങൾ
മഴയും മഞ്ഞുമേ കർത്താവേ, ശീതകാലവും ഉഷ്ണകാലവും കർത്താവിനെ വാഴ്ത്തുകയും മഞ്ഞും മുറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുകയും രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുകയും ഇരുൾ വെളിച്ചങ്ങളെ കർത്താവിനെ വാഴ്ത്തുകയും ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുകയും സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുകയും സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുകയും മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുകയും കർത്താവിന്റെ ഗുരുവിന്മാരെ കർത്താവിനെ വാഴ്ത്തുകയും കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുകയും അനന്യാവും അസര്യാവും ഈശായിനെ കർത്താവിനെ വാഴ്ത്തുകയും അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുകയും കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാ ചോദ്യത്തിലെ മഹോന്നതനും ആകുന്നുവല്ലോ. കർത്താവിന്റെ ദൈവത്തിലേക്കും പരിശുദ്ധവും കേൾക്കുവാനും കഴിഞ്ഞ വർഷം ദൈവം നമുക്ക് നൽകിയ നിരവധി അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം അർപ്പിക്കുവാനും നാം ഇവിടെ ദൈവസന്നിധിയിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. അതിനാൽ നമുക്ക് കൂട്ടുകുത്തുന്നവനുമായി നമ്മെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവനിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രതിവാക്യമായി ഏറ്റു പറയാം. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്, നിങ്ങൾ തുളസിയിലും അരൂരയിലും എല്ലാ ചെവിയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു. ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വന്തം കാര്യങ്ങളിൽ അതീവ താല്പര്യവും ദൈവിക കാര്യങ്ങളിൽ താല്പര്യക്കുറവുള്ളവരുമായി ജീവിച്ചതിലൂടെ ഞങ്ങൾ നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നുവെന്ന് കർത്താവേ ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, നീ നൽകുന്ന നന്മകൾ സ്വീകരിപ്പാൻ വ്യഗ്രതയുള്ളവരും എന്നാൽ നിന്റെ നാമമഹത്വത്തിനായി മറ്റുള്ളവരുടെ ക്ഷേമത്തിനുമായി നൽകുന്നതിൽ ലുബ്ധരമാകുന്ന ഞങ്ങൾ നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നുവെന്ന് കർത്താവേ സമ്മതിക്കുന്നു. നിന്റെ സൃഷ്ടികളുടെ മേലാധിപത്യം സ്ഥാപിച്ച് അവയെ ചൂഷണം ചെയ്യുന്നതിലൂടെ വരും തലമുറയ്ക്കായി നീ കരുതി വെച്ചതിൽ അതിൽ താല്പര്യമില്ലാത്തവരായി ജീവിച്ച ഞങ്ങൾ നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് കർത്താവേ സമ്മതിക്കുന്നു. സ്വയം ത്യജിച്ച് ക്രൂശെടുത്തതിനെ അനുഗമിപ്പാൻ ഞങ്ങളെ വിളിച്ചുവെങ്കിലും ഭൗതിക ഇമ്പങ്ങളെയും പറ്റി സ്വാർത്ഥരായി ജീവിച്ച ഞങ്ങൾ നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നുവെന്ന് കർത്താവേ സമ്മതിക്കുന്നു. ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന കർത്താവ് നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കട്ടെ. വിളവോ പണമോ മാത്രം വഴിപാടർപ്പിച്ച് തൃപ്തിപ്പെടാതെ നിങ്ങളെ തന്നെയും നിങ്ങളുടെ സമ്പാദ്യങ്ങളെയും ദൈവത്തിന് പ്രസാദമുള്ള സൗരഭ്യവാസനയായി സമർപ്പിക്കുവാൻ കൃപ തന്ന് ദൈവം നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിന്റെ സ്തോത്രം. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ
ആദ്യഫല സ്തോത്രാർപ്പണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നിന്റെ ജ്ഞാനത്താൽ ആഴിയുടെ തുറക്കുകയും മേഘം മഞ്ഞ് പൊഴിക്കുകയും ചെയ്യുമല്ലോ. വിതയുടെയും കൊയ്ത്തിന്റെയും കാലങ്ങളിലും ഭൂമിയുടെ ഫലപുഷ്പതയ്ക്കും വിളവിനായി നീ ഞങ്ങളുടെ ശാസ്ത്രത്തിനായി ജനങ്ങൾക്കും നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയെ പരിപൂർണമായി ഗ്രഹിപ്പാനും ആയുസ്സുനാളെല്ലാം വിശുദ്ധവും അനുസരണവും ഉള്ളതും ബഹുമാനകരമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ സമയം വേദഭാഗങ്ങൾ വായിക്കും. ഒന്ന് ദിനവൃത്താന്തം 29-ാം അധ്യായം 10-20. പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുമ്പാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നിവരേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവയെ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും ഒക്കെ നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാവുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെ വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാവുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്തരം അത്ഭുതവുമായ ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ എൻ്റെ ജനവും എത്തുന്നു. സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലും അതിഥികളും പരദേശികളുമാവുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലങ്ങൾ പോലെ അതിന് യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്ക് ഒരാലയം പണിവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സമയമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത്. സകലവും നിനക്കുള്ളതാവുന്നു. എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥം സാധിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എൻ്റെ ഹൃദയക്രമാർത്ഥയുടെയുമെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുപിടിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും യഹോവേ, നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വികാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിന്നിലേക്ക് തിരിക്കണമേ. എൻ്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൊണ്ടിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവനൊരു ഏകാഗ്ര ഹൃദയം നൽകണമേ. പിന്നെ ദാവീദ് സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുവിനെന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവൻ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെ രാജാവെ വണങ്ങി നമസ്കരിച്ചു. ഒരു ഒന്നാം ഭാവം വാഴ്ച അവസാനിക്കും. സങ്കീർത്തനം 65. 65-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി നോക്കും. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുന്നു. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരം
ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാൻ ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴുക്കവും തിരുമാലകളുടെ കോപവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്തോഷിച്ച് കാണിക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാകുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിർമ്മിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ സമ്പത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ഈ കൊയ്ത്തുത്സവത്തിലേക്കുള്ള രണ്ടാം വേദവായന ഭാഗം 2 കൊരിന്ത്യൻസ് 9-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കുന്നു. 2 കൊരിന്ത്യൻസ് 9, 6 മുതൽ 15 വരെ. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും ചെയ്യും. പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യം ഒക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവും ആകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണം നിമിത്തവും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തരാത്ത ദാൻ നിമിത്തം ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പിൻ.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26 മുതൽ. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്മാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ. സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാലപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞു. വായ്പാനുസരിച്ച് സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വചനാധ്യാനത്തിന് മുമ്പായി ജ്ഞാനകീർത്തനങ്ങളിൽ 371 കീർത്തനം. ജ്ഞാനകീർത്തനങ്ങളിൽ 371.
ഞങ്ങളെ ഇളവിടാതെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം നീ ഞങ്ങളെ പുലർത്തി പരിപാലിച്ചു. ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ആരോഗ്യവും ആയുസ്സും ബലവും ശക്തിയും ധനവും മഹത്വവും ജീവിത സന്ധാരണത്തിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളെയും നീ നൽകിയതോർക്ക് സ്തോത്രം. ഞങ്ങൾ ഇന്ന് കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെയും ഇരുന്ന് നീ ഞങ്ങളുടെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയും ദൈവം നൽകിയതായിട്ടുള്ള നന്മകളിൽ നിന്ന് നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് ഞങ്ങളെ തന്നെ പരിപൂർണമായും അതിനൊപ്പം സമർപ്പിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുവചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ജീവനും ചൈതന്യവുമുള്ള, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന, ഞങ്ങൾക്ക് പുതുക്കം നൽകുന്ന, ഞങ്ങൾക്ക് നന്മകളെയും നിറവുകളെയും നൽകുന്ന, ഞങ്ങൾക്ക് ജീവൻ്റെ സമൃദ്ധി നൽകുന്ന അങ്ങയുടെ ദിവ്യമായ വചനം ധാരാളമായി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങളിരിക്കുന്നു, ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം. വചനത്തിൻ്റെ വിശുദ്ധമായ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. പ്രാർത്ഥനയുടെ സ്തോത്രം ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമമായിട്ട് പെരുമാറാകട്ടെ. ഈ ദിവസം നമ്മൾ വളരെ ആഘോഷപൂർവ്വം വളരെ സന്തോഷത്തോടുകൂടെ ആഘോഷിക്കുന്ന ഒരു ദിവസമായി തീരുമായിരുന്നു. കൊറോണ പ്രയാസമില്ലായിരുന്നെങ്കിൽ പന്തലൊക്കെ ഇട്ട് സ്റ്റാളുകളൊക്കെയും വെച്ച് മത്സരിച്ച് ലേലം വിളിച്ച് ആരാധനയും സന്തോഷത്തോടെ ഒന്നിച്ച് വന്ന് കുടുംബമായിരുന്ന് ആഹാരം കഴിച്ച് വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ സാധ്യമാകുന്നില്ല. കൊറോണ നമ്മളെ എത്രമാത്രം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. കൂടിവരവിന് സാധ്യതയില്ലെങ്കിലും ഒന്നിച്ചു കൂടുവാനും ഇത്തരത്തിലുള്ള ആരാധനയിൽ ഒന്നിച്ച് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്കായി വെമ്പൽ കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിലൊന്നും ഇരുപതേയും ആരാധനയ്ക്ക് സംബന്ധിക്കാത്ത പലരും ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതും അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഇന്ന് വീട്ടിലിരുന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവർക്കൊക്കെയും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആദ്യഫല സ്തോത്ര പെരുന്നാളായിട്ടാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മൾ യാതൊരു തരത്തിലുള്ള കൃഷി അല്ലെങ്കിൽ അങ്ങനെയുള്ള വിളവെടുപ്പുകളൊന്നും നടത്തുന്നില്ല എങ്കിലും ദൈവം നമ്മെ കഴിഞ്ഞ ഒരു വർഷം നടത്തി എന്നുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവം നൽകി എന്ന് നാം വിശ്വസിക്കുന്നതിൽ നിന്നൊക്കെ അല്പാൽപമായി കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബാസ്ക്കറ്റ് ഒരു നാമിയായി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ കവറുകളിൽ നമ്മുടെ സമർപ്പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെയും ഒരു നന്ദി അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാം കാണുന്നത്. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നാം എന്തിനാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത്? നാം എന്തിന് ദൈവത്തിന് സമർപ്പിക്കണം? ഇതിനെക്കുറിച്ചാണ് എന്ന് പറയുവാനായിട്ട് ആഗ്രഹിച്ചു. നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളിൽ 3 വേദഭാഗങ്ങൾ, ഒന്ന് ദിനവൃത്താന്തം 29-ാം അധ്യായം 10 മുതൽ 20 വരെ, 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6 മുതൽ 15 വരെ, യോഹന്നാൻ സുവിശേഷങ്ങളിൽ 6-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ, 65-ാം സങ്കീർത്തനവുമുണ്ട്. ഈ 3 വേദഭാഗങ്ങളിൽ സങ്കീർത്തനം മാറ്റിവെച്ച് ബാക്കി 3 വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില ആശയങ്ങളെ പങ്കുവയ്ക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സമൃദ്ധിയുടെ സന്ദേശമാണ് ഒന്നാമത്തെ പാഠം നമുക്ക് നൽകുന്നത്. സമൃദ്ധിയുടെ അനുഭവത്തെക്കുറിച്ചാണ് അവിടെ കാണാൻ കഴിയുന്നത്. രണ്ടാമത്തേത് കൊരിന്ത്യ ലേഖനത്തിൽ സംതൃപ്തിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത്തെ വേദഭാഗത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നാം ആഗ്രഹിക്കേണ്ടത്, ഈ ലോകത്തിലെ മനുഷ്യരായ നാം ജീവിക്കുമ്പോൾ ആഗ്രഹിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും എന്തിനെയാണ് നാം അന്വേഷിക്കേണ്ടതും എന്നതിനെക്കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്.
വേറെ ഭാഗങ്ങൾ വീട്ടിൽ പോയി ഒന്നുകൂടെ മനസ്സിരുത്തി വായിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ചില ചിന്തകളെ നമുക്ക് അതിനോടനുബന്ധിച്ച് ചിന്തിക്കാം. ഈ ലോകത്തുള്ള സകല മനുഷ്യരും അനുഭവിക്കുന്ന സകല നന്മകളും അതിൻ്റെ ഉറവിടം ദൈവമാണ് എന്ന് നമുക്ക് നിശ്ചയമായും സംശയമില്ലാതെ പറയാൻ സാധിക്കും. ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകളുടെയും ആരംഭം, ഉറവിടം യഹോവയായ ദൈവമാണ് എന്ന വിശ്വാസത്തിൽ നിന്ന് നാം പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഘോഷത്തിൽ നാം പങ്കെടുക്കുന്നതും ആരാധനയിൽ ദൈവസന്നിധിയിൽ ഒന്നിച്ച് വന്നിരിക്കുന്നതും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ അനുഭവിക്കുന്ന സകല നന്മകളും വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ ഏത് മനുഷ്യനും അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് വിശ്വാസിക്കറിയാം, അവിശ്വാസിക്ക് ഇത് അറിവില്ല. ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും നന്മകളുമാണ് ഈ ലോകത്തുള്ള സകല മനുഷ്യരും അനുഭവിക്കുന്നത് എന്ന് വിശ്വാസി പറയും. വിശ്വാസി അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് അതിന് നന്ദി അർപ്പിക്കും. അതിനാണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ ഇവിടെ കൂടിയിരിക്കുന്നത്. മനുഷ്യന്റെ സ്വഭാവമോ ദൈവത്തോടുള്ള അവൻ്റെ മനോഭാവമോ നോക്കാതെ ദൈവം മനുഷ്യനെ നന്മകളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ അനുഗ്രഹിച്ച ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ച അനുഗ്രഹം, നന്മ എന്ത് എന്ന് ചിന്തിച്ചാൽ ഈ പ്രഭാതം തന്നെ ഒരു നന്മയല്ലേ? ഈ പ്രഭാതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സാധിക്കുന്നത് ഒരു നന്മയല്ലേ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. നമ്മുടെ സ്വഭാവമോ ദൈവത്തോടുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളോ ഒന്നും കണക്കിടാതെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തേക്ക് നോക്കുമ്പോൾ, പൊതുവെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ വിശ്വാസത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മനുഷ്യൻ പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അധ്വാനിച്ചു, ഞാൻ പ്രയത്നിച്ചു, ഞാൻ ബുദ്ധി ഉപയോഗിച്ചു, ഞാൻ സമയം തക്കത്തിൽ വിനിയോഗിച്ചു, ഞാൻ നേടി, ഞാൻ സമ്പാദിച്ചു, ഞാൻ സ്വരുക്കൂട്ടി എന്ന് സാധാരണ മനുഷ്യർ പറയാറുണ്ട്. എന്നാൽ വിശ്വാസിക്ക് അപ്രകാരം പറയുവാൻ സാധ്യമല്ല, അപ്രകാരം പറയുവാൻ പാടുള്ളതല്ല. മനുഷ്യന്റെ അധ്വാനമോ മനുഷ്യൻ നേടിയതായിട്ടുള്ള സമ്പത്തോ സ്വത്തോ ഒന്നും, അതൊക്കെ ഈ മനുഷ്യന് നന്മ കൊണ്ടുവരുന്നതാണ്, അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതാണ്. എന്നാൽ അതൊന്നും ശാശ്വതമല്ല എന്ന് വചനം പറയുന്നു. ദൈവം നൽകുന്നതല്ലാത്തതൊന്നും ശാശ്വതമല്ല എന്ന് വചനം ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യനെ സ്വന്തമായി അന്വേഷിച്ച് കണ്ടെത്താവുന്ന നേട്ടങ്ങളൊന്നും തന്നെ ശാശ്വതമല്ല. ഞാൻ അധ്വാനിച്ചു, ഞാൻ നേടി എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, വിചാരിക്കുന്നുവെങ്കിൽ വചനം പറയുന്നു ദൈവം നൽകാത്തതൊന്നും ശാശ്വതമല്ല, മനുഷ്യന് എൻ്റെ ജീവിതത്തിൽ അത് നന്മയായി ഭവിക്കുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 10 മുതലുള്ള വാക്യം 1-ാം പാഠമായിട്ട് നമ്മൾ വായിച്ചു കേട്ടു. അവിടെ ഒരു വലിയ കാഴ്ച കാണുവാനായിട്ട് സാധിക്കും. 40 വർഷം ഇസ്രായേലിൻ്റെ മഹത്വകരമായ രാജധാനിയിൽ രാജാവായി ഭരിച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. ശ്രേഷ്ഠമായ 40 വർഷം ഇസ്രായേലിനെ മനോഹരമായി ഭരിച്ച ഒരു രാജാവ്. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ അവൻ ഭക്തനാണ് എന്ന് നമുക്കറിയാം. ദൈവത്തോട് അവന് സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം. അവന് സമർപ്പണമുണ്ടെന്നറിയാം. അവൻ ദൈവത്തോട് അവൻ അനുവാദം ചോദിക്കാതെ, ദൈവത്തോട് സമ്പാദിക്കാതെ, ദൈവത്തോട് ആലോചന കഴിക്കാതെ അവൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ അവൻ ഇതുവരെയും ചെയ്തില്ല എന്നും നമുക്ക് ദാവീദിന്റെ ജീവിതം പഠിക്കുമ്പോൾ അറിയാം. അവൻ എപ്പോഴൊക്കെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, എപ്പോഴൊക്കെ അവൻ്റെ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ട്, എപ്പോഴൊക്കെ പാപം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴൊക്കെയും അവൻ വെട്ടിലും വെണ്ണീരിലും ഇരുന്ന് നിലവിളിച്ച് പാപക്ഷമ പ്രാപിക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ദാവീദ് എന്ന് നമുക്കറിയാം. അവൻ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അവൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, അവന് ദൈവത്തിന് വേണ്ടി ഒരാലയം പണിയണം എന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവം അവനോട് പറയുന്നു, നീയല്ല, നിന്റെ സന്തതി പരമ്പരകളിൽ നിന്ന് ഒരുവൻ എനിക്കായി ഒരു ആലയം പണിയുമെന്ന് ദാവീദിനോട് പറയുന്നു. അപ്പോൾ ദാവീദ് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അവൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, തൻ്റെ മകനായ ശലോമോൻ പണിയുവാൻ പോകുന്ന ദേവാലയത്തിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളും സ്വരുക്കൂട്ടി വയ്ക്കുക എന്നുള്ളത്.
അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. ജനം ധാരാളമായി കൊണ്ടുവരുവാൻ തുടങ്ങി. ദേവാലയത്തിൻ്റെ പണിക്കായി ജനം ധാരാളമായി കൊണ്ടുവന്നു. ധാരാളം ഉരുപ്പടികളെ കൊണ്ടുവന്നു. വിശേഷപ്പെട്ടതായിട്ടുള്ള വസ്ത്രങ്ങളെ കൊണ്ടുവന്നു, തുണികളെ കൊണ്ടുവന്നു. വിശേഷപ്പെട്ടതായിട്ടുള്ള മരം കൊണ്ടുള്ള പണികൾ ചെയ്യുവാനുള്ള ഉരുപ്പടികളെ കൊണ്ടുവന്നു. കല്ലുകൾ കൊണ്ടുവന്നു, വിലയേറിയ കല്ലുകളെ കൊണ്ടുവന്നു. ധാരാളം സ്വർണം സമർപ്പിച്ചു, വെള്ളി, ചെമ്പ്, അങ്ങനെ ധാരാളമായ കാര്യങ്ങൾ. ദേവാലയത്തിൻ്റെ ആവശ്യത്തിനുള്ളതായ എല്ലാ കാര്യങ്ങളെയും ജനം കൊണ്ടുവന്ന് കൂട്ടിവെക്കുന്നതായിട്ടൊരു അനുഭവം. വളരെയധികമായിട്ടുള്ള ഒരു സമർപ്പണം ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവാലയത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനമൊക്കെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതിൽ ഏറ്റവും അധികമായി കൊണ്ടുവന്ന് ദൈവാലയത്തിൽ പണിക്കായിട്ട് ദൈവസന്നിധിയിൽ രാജധാനിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതായിട്ടുള്ള രംഗം ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുക. ദേവാലയത്തിൻ്റെ പണിക്കായിട്ട് രാജാവിൻ്റെ മുൻപിൽ രാജധാനിയിൽ ജനം മുഴുവനും കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുക. പണമായും സ്വർണമായും ഉരുപ്പടികളായും സമർപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ജനത്തെയും കൂട്ടി ചേർത്തുകൊണ്ട് രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം. ഒരു വലിയ സമൃദ്ധിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു വലിയ അനുഗ്രഹത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു വലിയ ധാരാളമായ അനുഭവത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് അവിടെ പ്രാർത്ഥിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ മകനെ പണിയുവാനായിട്ട് പോകുന്ന ഈ ദൗത്യം, ദേവാലയ പണിക്ക് വേണ്ടിയിട്ടുള്ള സകല സാമഗ്രികളും അവനവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതുകൊണ്ട് അവനവിടെ പറയുന്നു, 29-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അവിടെ പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ എൻ്റെ ജനവും എന്നുള്ളൂ, സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ എന്ന് ദാവീദ് പറയുകയാണ്. ഈ ജനം സ്വമേധയായി ധാരാളമായി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വഴിപാടുകളെ, ഈ കാഴ്ചകളെയൊക്കെ നോക്കിക്കൊണ്ട് ദൈവസന്നിധിയിലിരുന്ന് ദാവീദ് പറയുകയാണ്, ഇതൊക്കെയും കൊണ്ടുവന്ന് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞാൻ ആരാണ്? ഈ ജനം ആരാണ്? ഞങ്ങൾ ആരുമല്ല. ഇതൊക്കെയും നിന്റെ ദാനമാണ്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ എന്ന് ദാവീദ് പറയുകയാണ്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് തന്നെ ഞങ്ങളിവിടെ സമർപ്പിക്കുക. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടെ സംഭവിച്ചത്. മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ദാവീദ് പറയുകയാണ്. അതിനകത്തൊരു ചെറിയ കാര്യം കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ദൈവത്തിന് കൊണ്ടുപോയി കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു ഹൃദയത്തെക്കുറിച്ച്, ഒരു ഹൃദയവിശാലതയെക്കുറിച്ച് ദാവീദ് അവിടെ സൂചിപ്പിക്കുന്നത് അവിടെ കാണാൻ കഴിയും. തുടർന്ന് അവിടെ വായിക്കുമ്പോൾ, ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെയും അതിഥികളും പരദേശികളുമാകുന്നു, ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ എന്ന് ദാവീദ് പറയുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് തരുന്നു, നിന്നിൽ നിന്ന് അനുഭവിച്ച് ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങൾ അതിഥികളാണ്, ഞങ്ങൾ പരദേശികളാണ്. ഞങ്ങൾ ഇതിൻ്റെ ഓണേഴ്സ് അല്ല, ഉടമസ്ഥരല്ല. ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ നിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വെച്ചതിൻ്റെയും കൂടെ ഉടമസ്ഥർ ഞങ്ങളല്ല എന്ന് ദാവീദും ജനവും ഒന്നിച്ച് ദൈവസന്നിധിയിലിരുന്ന് അവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ചിന്തയാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ കവറുകളിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ബാങ്ക് വഴിയായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കാണും, അല്ലെങ്കിൽ ഇന്ന് ലേലത്തിനായിട്ട് നമ്മൾ ഒരുപക്ഷെ കൊണ്ടുവന്ന് കാണും, അല്ലെങ്കിൽ കൊടുക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാകും. ചിന്തിക്കേണ്ടതായിട്ടൊരു ചിന്ത, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മളിവിടെ കൊണ്ടുവന്ന് തിരിച്ചു വയ്ക്കുമ്പോൾ അതിനകത്തുള്ള നമ്മുടെ മനസ്ഥിതിയെ ദൈവം നോക്കുന്നു എന്നുള്ളതാണ് ഈ ദാവീദിന്റെ അനുഭവം. അതുകൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ പറയുക, ഇതൊന്നും എൻ്റേതല്ല, ഇതൊന്നും ഞങ്ങളല്ല നേടിയതല്ല, ഇതൊക്കെയും ദൈവത്തിൻ്റെതാണ് എന്ന് പറയുന്നതായ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം ദാവീദിൻ്റെയും ദൈവജനത്തിൻ്റെയും ജീവിതത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് നമ്മൾ കൊയ്ത്തുത്സവമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കട്ടെ. നാം കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴുള്ള നമ്മുടെ മനോഭാവം, നമ്മൾ സമർപ്പിക്കുന്നത് ആരുടേതാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ എന്ന് ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് പറയുക. വീണ്ടും അവിടെ പറയുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു നിഴലാണ്. നിഴലിനെ കുറിച്ച് നമുക്കറിയാം, മറ്റൊന്നിനെ ചുറ്റിപ്പറ്റിയാണ് ഒരു നിഴലിന് സ്ഥാനമുണ്ട്.
നിഴല് മാത്രമായിട്ട് നിൽക്കുവാൻ സാധിക്കുകയില്ല. മറ്റെന്തിൻ്റെയെങ്കിലും ഒരു ഭാഗമായിട്ടാണ് നിഴല് നിലനിൽക്കുന്നത്. ഞങ്ങളുടെ ആയുസ് ദൈവത്തിൻ്റെ ഭാഗമായ ഒരു നിഴൽ മാത്രമാണ് എന്ന് ദാവീദ് പറയുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് ദാവീദിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. ഇവിടെ പറയും, ഞങ്ങളുടെ ദൈവമായ യഹോവയെ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്ക് ഒരു ആലയം പണിയുവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്ന് ഉള്ളത് സകലതും നിനക്കുള്ളതാകുന്നു. എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എൻ്റെ ഹൃദയപരമാർത്ഥതയോടെ ഇതെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനവും നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് ദാവീദ് പറയുകയാണ്. നീ എൻ്റെ ഹൃദയത്തെ കാണുകയാണ്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുറച്ച് മാറ്റി വെച്ചിട്ട് ദൈവത്തിന് ഇത്ര മതിയെന്ന് ഒരു തീരുമാനമെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന അനുഭവമല്ല, മുഴുവനുമായി കൊണ്ടുവന്ന് കൊടുക്കുന്ന അനുഭവം. ഇവിടെ കയ്യിൻ്റെയും ഹാബേലിൻ്റെയും സമർപ്പണത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരുവന്റെ സമർപ്പണത്തെ സ്വീകരിച്ച് ഒരുവന്റെ സമർപ്പണത്തെ ദൈവം തള്ളിക്കളഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഹൃദയപരമാർത്ഥത, ഹൃദയപരിശുദ്ധി, പരിപൂർണമായൊരു സമർപ്പണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ദാവീദ് ഇവിടെ നമ്മെ ഈ വേദഭാഗത്ത് ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഒരു സമർപ്പണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഹൃദയ പരമാർത്ഥതയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ടാണ് വിലവേയുടെ 2 വെള്ളിക്കാശിൽ ദൈവം പ്രസാദിച്ചത്. ധനികന്മാർ ധാരാളമിട്ടെങ്കിലും ദൈവം പ്രസാദിച്ചത് ഈ 2 വെള്ളിക്കാശിലാണ് എന്ന് നമുക്കറിയാം. ഹൃദയപരമാർത്ഥമായ പരിപൂർണമായ സമർപ്പണം, മുഴു ആളത്വത്തോടും മുഴു ഹൃദയത്തോടുമുള്ള ഒരു സമർപ്പണത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഈ ദാവീദിന്റെ അനുഭവം ഇവിടെ 1-ാം പാഠത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുക. തുടർന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6 മുതലുള്ള വാക്യത്തിൽ സംതൃപ്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അതൊരു ലോകതത്വമാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ധാരാളം നമ്മൾ വിതച്ചാൽ ധാരാളം കൊയ്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ദൈവത്തിന് കൊടുക്കുമ്പോൾ അവിടെ പറയുന്നു, ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ ദൈവത്തിന് കൊടുക്കട്ടെ എന്ന് 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഹൃദയത്തിൽ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള ഒരു സമർപ്പണമായിരുന്നു ഹാബേലിന്റെ സമർപ്പണം എന്നുള്ളത് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കയ്യിന് അപ്രകാരം ഹൃദയത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച് കൊടുക്കുവാൻ സാധിച്ചില്ല. ഹാബേലിന് അവന്റെ സമർപ്പണത്തെ ഹൃദയത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച് ദൈവത്തിന് എന്ത് കൊടുക്കണമെന്ന് നാളുകൾക്ക് മുൻപേ തീരുമാനിച്ച് അതിനെ പരിപോഷിപ്പിച്ച് അതിനെ മേധസ്സുള്ളതാക്കി കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്ന് ഹാബേലിന്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നു, ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്ന്. അത് സന്തോഷമായി തിരികെ വരും എന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയപൂർവ്വം ദൈവത്തിന് നമ്മൾ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കുമ്പോൾ അത് സന്തോഷകരമായ അനുഭവങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന് പറയുകയാണ്. എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ പൂർണ്ണ സംതൃപ്തിയുള്ളവരായി തീരുവാൻ നിങ്ങൾ കൊടുപ്പീൻ. നിങ്ങൾ പൂർണ്ണ സംതൃപ്തിയുള്ളവരായി തീരുവാൻ നിങ്ങൾ കൊടുപ്പീൻ. കൊടുക്കുന്നതിൽ സംതൃപ്തി ഉള്ളവരായി നമ്മൾ കൊടുത്തുവെങ്കിൽ ജീവിതത്തിൽ സകലത്തിലും സംതൃപ്തിയുള്ളവരായി കൊടുക്കുവാൻ തീരുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ള വേദഭാഗം നമ്മെ ഓർമ്മിക്കുക. ദൈവമാണ് സംതൃപ്തി നൽകുന്നത്. നമ്മൾ എത്ര സമ്പാദിച്ചു, എത്ര കൊടുത്തു എന്നുള്ളതല്ല. ഈ കൊടുക്കുന്നതിൽ ഒരു സംതൃപ്തി അനുഭവിക്കുവാൻ സാധിക്കണം. അത് സംതൃപ്തി നൽകുന്നത്, സംതൃപ്തി ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഇനി വേദഭാഗം നമ്മളെ ഓർമ്മിക്കുന്നത്. വേദഭാഗം വീട്ടിൽ പോയി ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സംതൃപ്തി നൽകുന്നത് ദൈവമാണ്. എത്ര കൊടുത്താലും എത്ര സമ്പാദിച്ചാലും എത്ര നേടിയാലും ഉണ്ടാകുവാൻ കഴിയാത്തതായിട്ടുള്ള ഒന്നാണ് സംതൃപ്തി, പൂർണ്ണത, തൃപ്തി എന്നുള്ളത്. ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് ഈ ലേഖനകർത്താവ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുക. വിതയ്ക്കുന്നവന് വിതയ്പ്പാൻ മാത്രമല്ല അവിടെ പറയുന്നുണ്ട്, വിതയ്ക്കുന്നവന് വിത്തും അവന് ആഹാരവും നൽകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വിതയ്ക്കുന്നവന് വിത്തും ആഹാരവും. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
വിതയ്ക്കുന്നവന് ഇന്ന് വിതയ്ക്കുവാനായിട്ട് വിത്ത് വേണം, നാളെ അവന് കഴിക്കുവാനായിട്ടുള്ള ആഹാരം വേണം. രണ്ടും ദൈവം നൽകുന്നവനാണ്. ഇന്നത്തേക്കുള്ള ആവശ്യവും നാളത്തേക്കുള്ള ആവശ്യവും ഒരുപോലെ നൽകുവാൻ സാധിക്കുന്നവനാണ് ഈ ദൈവം എന്ന് ലേഖനകർത്താവ് നമ്മെ പഠിപ്പിക്കുക. വിത്ത് മാത്രമല്ല, നാളത്തേക്കുള്ള ആഹാരം അത് വിതച്ചു കഴിഞ്ഞു. എന്നാൽ ആഹാരത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട, ദൈവം തരും, ദൈവം നടത്തും എന്ന് ഈ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. നാളത്തേക്കുള്ള ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തെ പരിപൂർണതയുടെ അനുഭവത്തിൽ, അവിടെ പറയുന്നത് എന്നാണെന്നറിയുമോ? ഒരു പൊലിപ്പിൻ്റെ അനുഭവത്തിൽ, വിത നൽകി പൊലിപ്പിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളിതിൽ വിതച്ചതായിട്ടുള്ള വിത്ത് 30, 60, 100 പേരിയായി ഫലം കായ്ക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക. വലിയ വിളവിനായി, ഒരു വലിയ സമൃദ്ധിയുടെ അനുഭവത്തിനായി നമ്മെ പ്രാപ്തരാക്കുന്നത്, നമ്മെ സഹായിക്കുന്നത് ദൈവമാണ് എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിച്ചു. ഒന്നാമത്തെ വേദഭാഗത്ത് നമ്മൾ കണ്ടു ഒരു സമൃദ്ധിയുടെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന അനുഭവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത്. എന്നാൽ ഹൃദയപൂർവമായ ഒരു സമർപ്പണം അവിടെ ആവശ്യമാണ് എന്ന് പറയുന്നത്. എത്ര വേണമെങ്കിലും കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. കൊടുക്കുമ്പോൾ ജീവിതത്തിൽ തൃപ്തി ലഭിക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുക. മൂന്നാമത്തെ വേദഭാഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് എന്ന് ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. നാം എന്തിനെ സമർപ്പിക്കണം? എല്ലാം ദൈവത്തിൻ്റെതല്ലേ? ദൈവത്തിന് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാമായിരുന്നല്ലോ എന്ന് നമ്മൾ ചോദിച്ചാൽ എന്താണ് നമ്മിൽ നിന്നും ദൈവത്തിന് ആഗ്രഹിക്കുന്നു, നമ്മിൽ നിന്നും നമ്മോട് ദൈവത്തിന് എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഹൃദയപൂർവമായ ഒരു സമർപ്പണം നാം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് ഈ വേദഭാഗം ആത്മാർത്ഥമായ, പരിപൂർണമായ, പരമാർത്ഥമായ ഒരു സമർപ്പണം എത്ര കൊടുത്തു എന്നുള്ളതല്ല, കൊടുക്കുന്നതിൽ അതിൻ്റെ പരിപൂർണതയിൽ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് അവിടെ ദാവീദ് പറയുന്നു. ഞങ്ങൾ അധ്വാനിച്ചു നേടി ധാരാളമായി കൊണ്ടുവന്നിരിക്കുന്നു, ഇതൊന്നും ഞങ്ങളുടേതല്ല, ഇതൊക്കെ നിന്റേതാണ്, നീയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ, ഞങ്ങൾ വെറും കാവൽക്കാർ മാത്രം, ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകളൊന്നും ഞങ്ങളുടേതല്ല, ദൈവിക ദാനമാണെന്ന് ദാവീദ് അവിടെ പ്രഖ്യാപിക്കുന്നു. ധാരാളമായി വിതയ്ക്കുന്നവന് ധാരാളമായി കൊയ്യും, എന്നാൽ തൃപ്തി നൽകുന്നത് ദൈവമാണെന്ന ഗുരുത്യ ലേഖനം നമ്മെ ഓർക്കുന്നു. 3 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ചത്. ഞാൻ എൻ്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമർപ്പണങ്ങൾ ദൈവമുണ്ടാകെ ഒന്നാമത് പരമാർത്ഥതയുള്ളതാകട്ടെ, 2 തൃപ്തമായ ഒരു ജീവിതം നൽകുന്നതാകട്ടെ, സകലതും ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നത് എന്ന് ചിന്തിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള ചിന്തയോടുകൂടെ ഇന്നത്തെ കൊയ്ത്തുത്സവത്തിൽ നമുക്ക് പങ്കെടുക്കാം. ഈ വളരെ ലളിതമായ, വളരെ ചെറിയ ഈ ചടങ്ങിൽ, ഈ ചെറിയ ശുശ്രൂഷയിലെ വലിയവനായ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല കർത്താവേ, ഈ നൽകിയതായ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വന്ന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സമർപ്പണത്തെയും ജീവിതത്തെയും സ്വീകരിക്കണം. പരിപൂർണമായ സമർപ്പണമായി തീരുവാൻ, തൃപ്തികരമായ ഒരു അനുഭവമായി തീരുവാൻ, ദൈവമാണ് സകലത്തിൻ്റെ ഉടമസ്ഥൻ, ദൈവത്തിന് ഞങ്ങൾ കൊടുക്കുന്നു, ഞങ്ങൾക്കുള്ളതിൽ കരുതി മാറ്റിവെച്ചിട്ടില്ല എന്ന് കർത്താവെ ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് എൻ്റെ സന്നിധിയിലേക്ക് കയറി. കർത്താവെ, ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ കുറവുകളൊക്കെയുണ്ട്, നൽകുന്നതിനുള്ള പോരായ്മകളുണ്ട്, ഒക്കെ ഇനി അറിയുന്നതോർത്ത് സ്തോത്രം. നിങ്ങൾ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ പരമാർത്ഥമായ അനുഭവത്തോടുകൂടെ, തൃപ്തികരമായ അനുഭവത്തോടും സകലവും ദൈവത്തിൻ്റെതാണെന്ന ചിന്തയോടുകൂടെ സമർപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളതിനെ സമർപ്പിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന്. ആമേൻ. നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ നിത്യാവിശ്വാസ പ്രമാണ വാക്കുകളിൽ ചേർന്ന് സർവശക്തിയുള്ള പിതാവായ സകലത്തെയും സൃഷ്ടിച്ചവനായ Yes.
ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് ഇനിയും ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ കവറുകൾ ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ല എങ്കിൽ ദയവായി അത് കളക്ട് ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. കവറുകൾ ലഭിച്ചിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു വർഷത്തെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ സാധ്യമാകുന്ന ഔദാര്യമായ ദാനങ്ങളെ സമർപ്പിച്ച് തിരികെ നൽകണമേ, പ്രാർത്ഥനയോടെ നൽകണമേ എന്ന് ഓർപ്പിക്കുന്നു. പല വഴികളിൽ നമുക്ക് നൽകാൻ സാധിക്കും. വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ വന്ന് ഇത് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി ചെയ്യാം, അല്ലെങ്കിൽ ദേവാലയത്തിൽ വന്ന് കവറുകളായിട്ട് തന്നെ സമർപ്പിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ഔദാര്യമായ ദാനങ്ങളെ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ സമർപ്പണം എന്ന് പറയുന്നത് ഒരു മാസത്തേക്കുള്ള സമർപ്പണമല്ല, ഒരു വർഷത്തെ മുഴുവനുമായുള്ള ദൈവത്തിൻ്റെ നടത്തിപ്പിലെ നന്മകളെ ഓർത്തുകൊണ്ടുള്ള സമർപ്പണമാണ്. ഇതിനോട് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ അപ്രകാരം തന്നെ വളരെ കഴിഞ്ഞ വർഷത്തെ ഒക്കെ ഉപരിയായിട്ട് ദൈവം നിങ്ങൾ സമൃദ്ധിയായിട്ട് നടത്തുന്നു എന്നുള്ളതുകൊണ്ട് അധികമായി നൽകും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. മാസവരി കുടിശ്ശികളൊക്കെയും ആരെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ ദയവായി ഡിസംബർ 31 മുൻപായി തീർക്കണമേ എന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് ആരാധനയ്ക്ക് ശേഷം നമുക്ക് അല്പം സാധനങ്ങളുടെ ലേലമുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് വഴറ്റിയ സാധനങ്ങൾ ഓർഡറിൽ വെച്ച ഈ ട്രേ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ലേലം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരുടെയും നമ്മൾ കുറച്ച് ആളുകളേ ഉള്ളൂ. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ലേലം വിളിച്ച് അതിൽ പങ്കെടുത്തതിന് ശേഷമേ കടന്നു പോകാവേ എന്നും കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും സഹകരണം ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് നമ്മൾ ഓൺലൈൻ ലേലം ഉണ്ടായിരിക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി അടുത്ത ആഴ്ച ഓൺലൈനായിട്ട് ലേലം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അറിയിക്കട്ടെ. ചില സാങ്കേതികമായ കാരണങ്ങളാൽ ഡയസിസിൽ നിന്നുള്ള പ്രത്യേക അനുമതികളൊക്കെ ലഭിക്കുന്നതിനുള്ള തടസ്സം നേരിടുന്നതിനാൽ അത് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ല. പിന്നീട് ഒരവസരത്തിൽ സാധ്യമാകുന്ന അനുഭവത്തിൽ നമുക്ക് അതിൻ്റെ പെർമിഷനൊക്കെ കിട്ടുമ്പോൾ ഒരു ലേലം നടത്താൻ സാധിക്കുന്നതാണ് എന്നിവിടെ ഞാൻ ഓർപ്പിക്കട്ടെ. ലേലം നടത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ദയവായി ലേലത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന തുകകളും കൂടെ ഡൊണേഷനായിട്ട് നൽകിയ സന്തോഷമായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. ആഴ്ചയിൽ നടത്തപ്പെടുന്ന എല്ലാ ഓൺലൈൻ മീറ്റിങ്ങുകളിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ്. ബുധനാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനാ മീറ്റിങ്ങുകളും അതുപോലെ വെള്ളിയാഴ്ചയും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന യൂത്ത് ഫെലോഷിപ്പിൻ്റെയും വിമൻസ് ഫെലോഷിപ്പിൻ്റെയും പ്രത്യേക പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുടുംബമായി തീർന്ന ഒരു പുതിയ കുടുംബം നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അലനെയും ഗ്രേസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളൊന്നും ഒരിക്കലും എഴുതുന്നില്ല, നിങ്ങൾ പലർക്കും പരിചയമുണ്ട്. നമ്മുടെ പുതിയ കുടുംബമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. താങ്ക് യു. ഇന്നത്തെ ആരാധന സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഭവനങ്ങളിൽ നിന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇവിടെ സ്തോത്ര കാഴ്ച ഇടുവാനുള്ള പാത്രം മുന്നിൽ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ പാട്ട് പാടുന്നതായിട്ടുള്ള സമയത്ത് ദയവായിട്ട് മുന്നിൽ വന്ന് സമർപ്പിക്കുവാനുള്ള കവറുകളും സ്തോത്ര കാഴ്ചയും അതിൽ തന്നെ ഇടാവുന്നതാണ് എന്ന് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേയും വിവാഹ വാർഷികവും ആഘോഷിച്ചിട്ടുള്ള പ്രിയമുള്ളവരുടെ പേരുകൾ വിളിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം പാട്ട് പാടുന്ന സമയത്ത് മുന്നോട്ട് വന്ന് സമർപ്പിച്ചാൽ മതിയാകും. ബർത്ത്ഡേയും വിവാഹ വാർഷികമുള്ളവരും അതിൽ സമർപ്പിക്കാം. മുന്നോട്ട് വന്ന് മുട്ടുമുട്ടേണ്ടതില്ല എന്ന് ഓർമ്മിക്കുന്നു. താര മറിയം, അമ്മു ഷാരോൺ മാത്യു, അക്കു ഷെറിൻ മാത്യു, നെലിൻ വി മാത്യു, റൈജി വർഗീസ്, തുഷാർ ടി സക്കറിയ, റയാൻ ഫിലിം ജേക്കബ്, റിയാന എൽസ ജോൺ, ഷാരോൺ സന്തോഷ്, ജോൺസ് ജോർജ്, സജു ജോർജ്, സാറാമ ജേക്കബ്, സൂര്യ ഫെബിൻ, ജയ വർഗീസ് ജോൺ, ജോൺസൺ എക്കിയായി, തോമസ് പണിക്കർ, ജോയ് നിഗു ജേക്കബ്, ജോന ലീല കോച്ചി, മരീന ജോൺ, ശോശാമ എം ജെ, നിത്സ മെറിൻ ബിജു, സക്രിയ ജോർജ്, റെനി പി ജോർജ്. വിവാഹ വാർഷികം ആഘോഷിച്ചിട്ടുള്ളവർ മിസ്റ്റർ ക്രിസ്റ്റി ജെ സാമുവൽ ആൻഡ് മിസ്സിസ് മിനി ക്രിസ്റ്റി, മിസ്റ്റർ നവീൻ മോസസ് മാവമണി ആൻഡ് മിസ്സിസ്
അനീന സാറ ജെ പാവമണി. കൺവെൻഷൻ പാട്ട് പുസ്തകത്തിലെ 193-ാം പാട്ടിൻ്റെ കൺവെൻഷൻ പാട്ട് പുസ്തകം 193-ൻ്റെ ഒരു സ്റ്റാൻസ പാടാം. പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ഹൃദയമായി സമർപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേയും വിവാഹ വാർഷികങ്ങളും ആഘോഷിച്ചെല്ലാവരെയും ഓർക്കാം. ദൈവത്തിന് നല്ല നന്മകളെയും അനുഗ്രഹങ്ങളെയും പ്രാപിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. വലിയവനായ ദൈവത്തിൻ്റെ സൗഖ്യവും സമാധാനവും ആശ്വാസവും വിടുതലും പ്രാപിച്ച എല്ലാ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾക്കായി നന്ദി അർപ്പിക്കാം. പ്രാർത്ഥനാ വിഷയമായ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ നമ്മുടെ വ്യക്തിജീവിതങ്ങളെയും കുടുംബജീവിതങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളെ സഭയെ നമ്മുടെ ദേശത്തെ നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തെ ഒക്കെയും സമർപ്പിക്കാം. ഭരണ നേതൃത്വത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അയൽപക്കങ്ങളിലൊക്കെയും താമസിക്കുന്ന മറ്റ് മതവിശ്വാസികളെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്നേഹിതരെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ അറിയപ്പെട്ട എല്ലാവരെയും ഓർക്കാം. വിദേശ രാജ്യങ്ങളിലും മറ്റ് ദേശങ്ങളിലൊക്കെയും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കാം. വിവിധ പ്രായങ്ങളിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിക്കായിട്ട് അന്വേഷിക്കുന്ന എല്ലാ ഫീൽഡിലൂടെയും സമർപ്പിക്കാം. തക്കതായിട്ടുള്ള ജോലി ഇങ്ങനെ മക്കൾക്ക് നൽകി അതിനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ദൈവത്തിൻ്റെ വലിയ നടത്തും കൃപയും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ അവർക്ക് ഒരു ജീവിത സുധാരണത്തിന് ആവശ്യമായ എല്ലാ വഴികളെയും ദൈവം തുറക്കണ്ടെന്നായി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലോ ആശുപത്രികളിലോ വിശ്രമിക്കുന്ന നമ്മുടെ പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ രോഗക്കിടക്കുകയും മാറ്റിവരിപ്പാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രിയമുള്ളവരെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ ആശ്വാസത്തിനായി വിടുതലിനായി നമുക്ക് യാചിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിലവിളികളും കേൾക്കുന്ന ദൈവം പ്രിയമുള്ളവരുടെ രോഗക്കിടക്കുകയും മാറ്റിവരിപ്പാൻ സൗഖ്യം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ
പ്രിയപ്പെട്ടവരെ, ദൈവം ശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹിതമായ ബലഹീനതകളിൽ അനുഭവിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ഏകരായി പാർക്കുന്നവരെ സമർപ്പിക്കാം. അവർക്ക് വേണ്ടതായിട്ടുള്ള കൃപയും ദൈവിക തുണയും കൂട്ടായ്മയും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിലുള്ള ജനങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും നമ്മുടെ ആവശ്യങ്ങളെയും സമർപ്പിക്കാം. ഒരു വർഷം മുഴുവൻ ദൈവം നമ്മെ പുലർത്തി. കഴിഞ്ഞ വർഷം നമ്മുടെ കൊയ്ത്തുത്സവം ആഘോഷിച്ചു. ഇന്ന് വീണ്ടും ആഘോഷിക്കുന്നു. ക്ഷേമത്തോടെ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മെ നടത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യാം. അതിന് മധ്യത്തിൽ വേർപാടുകൾ കടന്നു വന്നു. സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെയും വന്നു. എന്നാൽ ദൈവം നമ്മെ ശക്തീകരിച്ചു. അതിനൊക്കെ തരണം ചെയ്യുവാൻ ആവശ്യമായ വിശ്വാസം നൽകി നമ്മെ ബലപ്പെടുത്തി മുന്നോട്ട് നടത്തിയവർക്ക് സ്തോത്രം ചെയ്യാം. സഭയായും കുടുംബങ്ങളായും വ്യക്തിജീവിതമായി ദൈവം നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പിനായി നമ്മോട് നമുക്ക് സ്തോത്രം ചെയ്യാം. വീണ്ടും അടുത്ത വർഷവും ദൈവമേ സമൃദ്ധിയുടെ അനുഭവത്തിൽ നിങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ കണ്ണുനീരെല്ലാം മാറി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സന്ദേശങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും നീ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. നമ്മുടെ മഹായിടവകയോട് ഹൃദയമായി പ്രാർത്ഥിക്കാം. PNF എന്ന് പറയുന്ന നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഭാ നേതൃത്വം അതിൽ പല സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. അച്ഛന്മാരെയും ഉപദേശന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. വളരെ പ്രതികൂലമായ അനുഭവത്തിൽ ദൈവവേല അവരുടെ സംരക്ഷണത്തിനായി ദൈവവേലയുടെ പൂർത്തീകരണത്തിനായി നമുക്ക് യാചിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്കത് സമർപ്പിക്കാം. വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരമാർത്ഥമായ ഹൃദയത്തോടെ, പൂർണ്ണമായ ഹൃദയത്തോടെ ഞാൻ എന്നെ തന്നെ ഇതിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. എൻ്റെ ജീവിതത്തിന് വേണ്ടതായ തൃപ്തിയും പൂർണ്ണതയും സമാധാനവും സന്തോഷവും നൽകി ഭൗതിക ആത്മീയ നിറവുകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും ഉടയവനും സകലത്തിൻ്റെയും നേതാവും നീയാണ്. നീ ഞങ്ങൾക്ക് നൽകുന്നു. നീ എനിക്ക് ഇതുവരെ നൽകിയിരിക്കുന്നു. ഇനിയും മുന്നോട്ട് നയിപ്പാൻ മതിയായവനാണ് എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ നല്ല കർത്താവേ, അങ്ങയുടെ എല്ലാ നടത്തിപ്പുകളായ കഴിഞ്ഞൊരു വർഷം ഞങ്ങളെ പുലർത്തി അങ്ങയുടെ വലിയ അത്ഭുതകരമായ വിധങ്ങൾക്കായി നന്ദിയോട് തന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ പട്ടുപോകുമായിരുന്ന സ്ഥാനത്ത് നിന്ന്, ആഴമുള്ള ചേറ്റിൽ നിന്നും, കർത്താവെ പ്രവാഹങ്ങളിൽ നിന്നുമൊക്കെയും ഉറപ്പുള്ള പാറമേൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്നതോർത്ത് സ്തോത്രം. പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ സഹായഹസ്തം നിന്റെ മക്കളുടെ മേൽ നീട്ടി അങ്ങയുടെ ആണിക്കൊഴുത്തുള്ള കരക്കാൽ നീ അവരെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകളൊക്കെ കർത്താവിൻ്റെ സനൽ വെപ്പാൻ ഞങ്ങൾക്ക് വിശ്വാസം നൽകിയിരിക്കുന്നല്ലോ. അധികമായ വിശ്വാസത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ നൽകിയ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ തന്നെ നിന്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ ചോദിച്ചനുഗ്രഹിക്കണമേ. ഞങ്ങൾ ചോദിച്ച എല്ലാ യാതൊരു മേലും കർത്താവിനെ പ്രവർത്തിച്ചിരിക്കുന്നതോ സ്തോത്രം. വിശ്വാസമുള്ളവരായ കർത്താവെ ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണം. നമ്മുടെ പ്രാർത്ഥനകളുടെ സ്തോത്രം ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരുടെ കൂടെ എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.
ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അപ്പോൾ നാം കൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന് അംശികളുമാകുന്നുവല്ലോ. സമാധാനം നിങ്ങളോടുകൂടി ഇപ്പോഴും ജയിച്ചിരിക്കുന്നതായിട്ട് ദാനാർപ്പണത്തിന് മുൻപായി ക്രിസ്തുഗീതങ്ങളിൽ 459 ഗീതം പാട്ട് പാടുന്നതായിട്ടുള്ള സമയത്ത് വഴിപാട് മുമ്പിൽ നമ്മൾ സമർപ്പിക്കാം. ഗീതം 459. തിരുസനത്തിൽ അർപ്പിക്കുന്നതിന് അടയാളമായി നിങ്ങൾ ഈ അനുഗ്രഹങ്ങളെ നിങ്ങൾ തിരുസനത്തിൽ അർപ്പിക്കുന്നു.
നിന്നിൽ നിന്ന് വാങ്ങി നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങൾ പൂർണ്ണമായി എന്ന് അറിയുന്നു. ഞങ്ങളുടെ ഈ വലിയ സമർപ്പണം കൈക്കൊണ്ട് അനുഗ്രഹിക്കുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വിനയമായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും ന്യായം ചെയ്യേണ്ട നമ്മുടെയുമാകുന്നു. എന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആധിപത്യമാകുന്നതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. മനുഷ്യവർഗത്തോടും സ്നേഹമുള്ളതിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തിലെടുപ്പാനും ഞങ്ങളെ വേണ്ടിയെടുക്കാനായ പുരുഷന്റെ മരണമനുഭവിക്കാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിനെയും പാപങ്ങൾക്കായിട്ട് ദയവായി പൂർണ്ണമായി മതിയാകുന്നയാകും വഴിപാടും പ്രതിഷ്ഠാക്കുകയും താൻ വീണ്ടും വരുമ്പോൾ വലിയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തല്ലോ. അവൻ താൻ
ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ വെൺപാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കൊടുക്കുകയും, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചെയ്യപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണവേണ്ടതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോണം അവന്റെ ഓർമ്മയ്ക്കായി എന്റെ ദാസനായി ഞങ്ങളിതിനെ ചെയ്യുന്നു. ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടുന്ന കൃപ നൽകണമെന്ന് എന്നോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവൻ യോജിക്കപ്പെടുന്നവരെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹ എന്ന തലയാകുന്നവനിലേക്ക് സകലത്തിലും വളരേണ്ടുന്ന കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടക്കാതെ ദുഷ്ടനിന്നും ഞങ്ങളെ വിളിക്കണമേ. രാജ്യശക്തിയും മഹത്വവും നീക്കുമല്ലോ. ഒരു മേശയോട് അടുത്ത് വരുന്നതിന് മുൻപ് ഒരു നിമിഷം മൗനമായി ദൈവ കരുണയും കൃപയും പ്രാപിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലതരമായ വലിയ കർമ്മങ്ങളില്ലാതെ ആശ്രയിച്ചുകൊണ്ട് ഈ മേശയിലേക്ക് വരുവാൻ കഴിയുന്നില്ല. എന്നാൽ നീ എപ്പോഴും കർമ്മ ചെയ്ത് സ്വഭാവമുള്ള കർത്താവുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടതായ ഞങ്ങൾ ഞങ്ങളെപ്പോഴും അവരുടെ
ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? വിശ്വാസത്തോടെ വാങ്ങിക്കുകയും ും
ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ രക്തത്തിന്റെ സക്രമത വിശ്വാസത്താൽ കൈകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനായ ഞങ്ങളുടെ മകനായ യേശുക്രിസ്തുവിനെ വിശ്വാസം ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുകയും സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഈ കൊയ്ത്തിൽ ശോധന ആരാധനയുടെ അവസാനമായി ജ്ഞാനകീർത്തനങ്ങളിൽ 261 ജ്ഞാനകീർത്തനം 261.
വിശുദ്ധ ദിവസത്തിൽ പ്രഭാതത്തിൽ അങ്ങയുടെ ആലയത്തിലും ഞങ്ങളുടെ ഓരോരുത്തരെയും ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ആരാധിക്കുവാൻ ഈ നൽകിയ സാവകാശത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെയും കുടുംബങ്ങളെയും സഭയെയും പുലർത്തിയ ദൈവത്തിന് മുന്നിൽ നന്ദി അർപ്പിക്കുവാൻ കർത്താവെ ഇന്ന് ആരാധനയോടെ നിങ്ങൾ ഒരുക്കിയവർക്ക് സ്തോത്രം. ഞങ്ങളുടെ സമർപ്പണങ്ങളെയും ജീവിതങ്ങളെയും സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. കർത്താവെ, ആരാധന വന്ന എല്ലാ കുറവുകളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ തിരു സാന്നിധ്യത്തിൻ്റെ ആ പ്രകാശത്തിൽ ജീവിപ്പാൻ ഓരോ ദിവസവും നിന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലമായ ഒരു അനുഭവത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് കോട്ടയിൽ കാവലുമായിരുപ്പാൻ, കർത്താവെല്ലാം പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതൽ നൽകി അനുഭവമായിരുപ്പാൻ നിങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പറയുമ്പോൾ കുറേ സാന്നിധ്യത്താൽ ആശീർവദിക്കണം. വീണ്ടും ആലയത്തിൽ കിടന്ന് വന്ന് ആരാധിക്കുന്ന ദിനങ്ങളിലെയും ഞങ്ങളെ പരിപാലിക്കണം. പ്രാർത്ഥനയുടേതായ സ്തോത്രം ക്രിസ്തുയേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.